നമ്മൾ അതിൻ്റെ മൈൻഡ് സെറ്റാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു കാര്യം. നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഓരോ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ദിവസം 24 hours ഒരു ദിവസം ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു ദിവസം പിറ്റേന്ന് നമ്മൾ കിടക്കുന്നതിന് മുൻപേ ഒന്ന് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയുമായിരിക്കും, എളുപ്പവുമായിരിക്കും. നമ്മൾ ഇനി അടുത്ത ദിവസം ഉണരാൻ പോകുന്നു. ആ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ നമ്മൾ എന്തൊക്കെ ചെയ്യും, ചെയ്യാതിരിക്കും, എന്നിട്ട് നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല. നമുക്കൊരു അനലൈസേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാണ്ടിരിക്കുന്നത്, അത് ഇനി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഹൗ ആൻഡ് വെൻ ആൻഡ് ഇൻ വാട്ട് മാനർ വിൽ വി എക്സിക്യൂട്ട്, അതാണ് നമ്മളുടെ ഒരു അജണ്ട. അപ്പം ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. ഈവൻ കഴിക്കുന്നത് തന്നെ നമ്മൾ ഇന്ന സമയത്ത് കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു, ഇതെല്ലാം നമ്മളൊന്ന് ചാർട്ട് ഔട്ട് ചെയ്ത് നമ്മളൊന്ന് മുൻകൂട്ടി നമ്മളതൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ. പിന്നെ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു രീതി, അതാണ് നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പറയുന്നതോട് നമുക്ക് ആവശ്യമില്ലാത്ത സുഹൃത്തുക്കളെല്ലാം, ആവശ്യമില്ലാത്തത്, നമുക്ക് അനാവശ്യമായ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് വെക്കാം. പിന്നെ ആ അനാവശ്യമായ ടോക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ടോക്സിക് ആയിട്ടുള്ള പീപ്പിളിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പിന്നെ നമ്മൾ കുട്ടികൾക്കായാലും നമ്മളൊരു ചാർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ അവരുടെ ഡേ ടു ഡേ റൂട്ടീൻ, നമ്മൾ അവരുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അത് ഇന്ന മാതിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ്, ആ സെൽഫ് ഡിസിപ്ലിനിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മോനെ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും, അല്ലെ മോളെ നീ ഇന്ന കാര്യം നീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് തന്നെ നമ്മൾക്കൊരു ആത്മസമർപ്പണം, അല്ലെ ആത്മതൃപ്തി, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബൈ ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തന്നെ തോന്നും നമ്മളുടെ ഒരു സോളിനെ നമ്മൾ ഏത് ലെവലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ ഇൻ അവർ ഹാൻഡ്സ്. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെയാക്കുന്നു, ബ്രൈറ്റ് ആവാം, ഫേഡ് ആവാം, ഡൾ ആവാം, ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ ഇത്രയും ഒരു ലഘു വീഡിയോ ടോക്കിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ കോമെൻറ്റ്സ്, നിങ്ങളുടെ വിലപേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കോമെൻറ്റ്സ് ഇടുക. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. നല്ല രീതിയിൽ നല്ല ഉയർച്ചകളിലേക്ക് നിങ്ങൾ ഉയരട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.